മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഭയങ്കര ആക്റ്റീവായിട്ടുള്ള പ്രിപ്പറേഷൻസിലൂടെ ആയിരിക്കും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? കാരണം നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മുടെ 20 days ചാലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 20 days ചാലഞ്ചിൽ നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാ ലൈവുകളും കറക്റ്റായിട്ട് വരുന്നുണ്ട്, കറക്റ്റായിട്ട് കാണുന്നുണ്ട്, അതിനനുസരിച്ച് നിങ്ങളെല്ലാവരും പഠിച്ചു പോകുന്നുണ്ടെന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ അതിനിടയിലും കുറേ കമൻസ് അല്ലെങ്കിൽ ലൈവ് ചാറ്റിലൊക്കെ വരുന്നൊരു കാര്യങ്ങളാണ്, പഠിച്ചെങ്ങും എത്തുന്നില്ല, പഠിച്ചത് ഇനിയിപ്പോൾ ഇത്രയും ആയിട്ടല്ലേ ഉള്ളൂ, ഈ പഠിച്ചത് തന്നെ ഇപ്പം കഴിഞ്ഞ ലൈവുകളിലൊന്നും ഉണ്ടായതൊന്നും ആ ലൈവായിട്ടിരിക്കുന്ന സമയത്ത് നല്ലപോലെ ഓർമ്മയുണ്ടായിരുന്നു, നല്ലപോലെ മനസ്സിലായി, പിന്നീട് ആലോചിക്കുന്ന സമയത്ത് അതൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയുന്നൊരു കാര്യം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ, അതായത് പഠിക്കുമ്പോൾ നല്ല ഓർമ്മ നിൽക്കുന്നുണ്ട്, പക്ഷെ അത് കഴിയുമ്പോൾ നിങ്ങൾ മറന്നു പോയതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ്. അപ്പോഴങ്ങനെ ഇത്രയും നല്ല പോലെ പഠിച്ച കാര്യം പോലും നമുക്ക് മറന്നു പോവുകയാണെങ്കിൽ, അങ്ങനെ ആകുമ്പോഴാണ് നമ്മളുടെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പഠിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ? ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്ക് ഈ പഠിച്ചതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോവുമല്ലോ. അങ്ങനെ ഒരു ചിന്തയിലൂടെയാണ് എൻ്റെ മക്കൾ കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് മിസ്സിന് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ പാർട്ട് ഭയങ്കരമായിട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എൻ്റെ മക്കൾ ഉറപ്പ് വരുത്തുക. അതായത് നമ്മൾ നിങ്ങൾക്ക് തരുന്ന ലൈവ് ക്ലാസ്സുകൾ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ക്ലാസ്സുകൾ യൂട്യൂബിൽ തരുന്നത് അല്ലേ? അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾ മാക്സിമം വന്നിരിക്കാൻ നോക്കുക, മാക്സിമം പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലാവുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ നിങ്ങളിപ്പോൾ കഴിഞ്ഞ വീക്കിലായിട്ട് നമ്മൾ ഏതൊക്കെ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്? നമ്മൾ അലക്സ് സാറിൻ്റെ ക്ലാസ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫുൾ ചാപ്റ്ററിലെ റേ ഒപ്റ്റിക്സിൻ്റെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അലൻ സാറിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം ജസീൽ സാറിൻ്റെ ആൽക്കഹോൾസും ഫീനോൾസും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ആയിട്ട് സ്നേഹാമസ് ഉണ്ടായിരുന്നു. പിന്നെ ഷഹലാമസിൻ്റെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു അതേസമയം. ദെൻ നമ്മുടെ മാത്സിൽ നമുക്ക് അബൈ സാറിൻ്റെ വെക്ടർ ഓൾജിബ്ര ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇത്രയും ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും ആരൊക്കെയാണോ ഇത് ആക്റ്റീവായിട്ട് നിങ്ങൾ ആ ലൈവിൽ തന്നെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ലൈവായിട്ട് തന്നെ ഈ ക്ലാസ് കണ്ടിട്ടുണ്ട് എന്നുള്ളവരാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു ഹാർട്ട് ഇമോജി നമ്മുടെ ചാറ്റിലിടാം. കാരണം നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ്, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്റ്റീവായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇനി ബസ് ഇതെല്ലാം ഞങ്ങൾ ആക്റ്റീവായിട്ട് ലൈവായിട്ട് തന്നെ കണ്ടു. പക്ഷേ ഇപ്പം അതൊന്നും ഓർക്കുമ്പം എന്താണെന്ന് കറക്റ്റ് കിട്ടുന്നില്ല. ചില ഇക്വേഷൻസ് ഓർമ്മ കിട്ടുന്നില്ല, ചില എന്താ പറയുക, ചില തിയറീസ് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ മക്കളെ ഒരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ചാപ്റ്റേഴ്സ് ആദ്യമായിട്ടായിരിക്കും ഇപ്പോൾ ലൈവിൽ പഠിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈം ലേണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും ഉള്ളതാണ്, നിങ്ങൾക്ക് മാത്രമുള്ളൊരു പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് പഠിച്ചതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ നമുക്കത് മറന്നു പോകും. പക്ഷേ അത് ആലോചിച്ച് നിങ്ങൾ ഇനി ബാക്കി ചാപ്റ്റേഴ്സിന് ഗിവ് അപ്പ് ചെയ്യരുത്. ഇത്രയും പഠിച്ചത് എനിക്ക് ഓർമ്മ കിട്ടിയില്ല, എന്നാൽ ഞാനിനി ബാക്കി പഠിക്കുന്നില്ല. അങ്ങനെ ഒരു കാരണവശാലും എൻ്റെ മക്കൾ ചിന്തിക്കരുത്. ഇത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. കാരണം നമ്മുടെ ക്രിസ്മസ് എക്സാം നാളെയല്ല, നമുക്കിനിയും ദിവസങ്ങളുണ്ട്. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മളൊരു റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യും. ചാപ്റ്റേഴ്സ് മാരത്തൺ ക്ലാസ്സുകളിലൂടെയും ഒക്കെ നമ്മൾ പഠിക്കും. അതായത് നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട് ഇത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇത് പഠിച്ച ഓർമ്മയില്ല എന്ന് പറഞ്ഞ് പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം, അതായത് എക്സാമിൻ്റെ തലേ ദിവസങ്ങളിലെ പഠിത്തങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് നമുക്ക് ഓർമ്മയുണ്ടാവുക? അറ്റ്ലീസ്റ്റ് ഒരു തവണ പോലും നമ്മളൊരു ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അതാണ് കഴിഞ്ഞ ഓണം എക്സാമിന് കുറേ പേർക്ക് പറ്റിയത്. അപ്പോൾ ആ ഒരു കാര്യം എൻ്റെ മക്കൾ ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിന് ആവർത്തിക്കാതിരിക്കുക. നിങ്ങൾക്ക് മെമ്മറിയിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഈ പറയുന്ന ക്ലാസ്സുകൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ ലൈവായിട്ട് കാണുന്നുണ്ടെന്നൊക്കെ ഉള്ളത് ഉറപ്പ് വരുത്താം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇനി എൻ്റെ മക്കൾ ശ്രദ്ധിക്കാം. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി ആയിരിക്കും, മിസ് ഇത്രയും ചൂട് പിടിച്ചിട്ടും ഈ 20 days ചാലഞ്ച് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ മക്കളുടെ അവസ്ഥ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല. ബാക്കി ലാസ്റ്റ് ടൈമിലേക്കൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ മിസ് ഇനി പഠിച്ചാൽ മാർക്ക് കിട്ടുമോ, ഇനി പഠിച്ചാൽ പാസ്സാവുമോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ നിങ്ങളെ സമാധാനിപ്പിക്കാൻ പറയും, ഇനി നിങ്ങൾക്ക് പഠിച്ചാൽ മാർക്ക് കിട്ടും എന്ന് പറയും. പക്ഷെ അല്ലാതെ നിങ്ങളെ പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാനുണ്ട്, അത് എത്രത്തോളം ഡെപ്തിലുള്ള കാര്യങ്ങളാണ്, അത് ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ മെമ്മറിയിൽ നിൽക്കുമോ. അപ്പോൾ ഇതുവരെയും സ്റ്റാർട്ട് ചെയ്യാത്ത മക്കളാണെങ്കിൽ നമ്മളിപ്പോൾ 6 ക്ലാസ്സുകളോളം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് റെഗുലറായിട്ട് കാണുക. ഓക്കെ, ഈ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പം നിങ്ങൾ എന്ത് ചെയ്യുക, 1x-ലോ 2x-ലോ ഒക്കെ ഇട്ടിട്ട് ഫാസ്റ്റായിട്ട് കണ്ടിട്ടാണെങ്കിലും മനസ്സിലാക്കി എടുക്കുക. നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ വീണ്ടും കാണേണ്ട ആവശ്യമില്ല, അറിയാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും കാണാം.
റെഡി? ഇനിയുള്ള ലൈവുകൾ ഇപ്പം നമ്മൾ ഈ ഒരു കഴിഞ്ഞ വീക്കിലായിട്ട് നമ്മൾ ഈ ഒരു 6 ക്ലാസ്സുകൾ, ഇപ്പം നമ്മൾ ഫ്രൈഡേ വരെ എടുക്കുകയാണെങ്കിൽ നമ്മൾ 6 ക്ലാസ്സുകളാണ് കഴിഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പം ഇനിയുള്ള ക്ലാസ്സുകൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് എന്ന് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾക്ക് നമ്മുടെ എക്സാം വിന്നർ ഡബിൾ ധമാക്ക ലൈവുകളാണ് തരാൻ പോകുന്നത്. അതായത് ഒരു ദിവസം, ഇപ്പോൾ കഴിഞ്ഞ ഒരു വീക്കിൽ നമുക്ക് ഒരു ദിവസം ഒരു ലൈവ് ആയിരുന്നെങ്കിൽ ഇനി വരുന്ന ഒരാഴ്ചയിൽ നമുക്ക് ഓരോ ദിവസം 2 ലൈവുകളാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യോ മിസ് ഇത്ര തന്നെ പറ്റുന്നില്ല, ഇനി ഇതും കൂടെ വേണോ എന്നാണ് നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ അങ്ങനെ എൻ്റെ കുട്ടികൾ ചിന്തിക്കരുത്. കാരണം നമ്മുടെ +1 മക്കൾക്ക് ഓൾറെഡി നമ്മൾ ഇതേപോലെ ദിവസം 2 ലൈവുകളൊക്കെ ആയിട്ടാണ് പോകുന്നത്. കാരണം അവർക്ക് ചാപ്റ്റേഴ്സ് കുറച്ച് അധികം ഉള്ളതുകൊണ്ട്. അപ്പം നമ്മൾക്കും ഇതേപോലെ റിവിഷനും ഒക്കെ സമയം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മുടെ പ്ലാൻ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്തു പോയെങ്കിലേ റെഡി ആവുള്ളൂ. അപ്പോൾ ഇത്രയും ദിവസം നിങ്ങളിപ്പോൾ ഒരാഴ്ചത്തെ ക്ലാസ് നിങ്ങൾ മിസ്സാക്കിയാൽ ആ ആഴ്ചത്തെ, അപ്പോൾ 6 ദിവസമാണെങ്കിൽ 6 ദിവസത്തെ ക്ലാസ്സാണ് പോയിട്ടുള്ളത്. പക്ഷേ ഇനി എൻ്റെ മക്കൾ നിങ്ങൾ ക്ലാസ് മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും 2 ലൈവ് വെച്ച് മിസ് ചെയ്യും. കാരണം നമ്മുടെ ലൈവുകൾ ഇനി 2 സമയങ്ങളിലാണ്, ഒന്ന് 7 മണിക്കും മറ്റത് 9 മണിക്കും. ഓക്കെ, അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഇനി 2 ലൈവുകളാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ 2 ലൈവുകളും നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അഥവാ നിങ്ങളുടെ ഏതെങ്കിലും ലൈവ് എന്തെങ്കിലും കാരണം കൊണ്ട് മിസ്സാവുന്നുണ്ടെങ്കിൽ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് കവർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ക്ലാസ്സുകളാണെന്നാണ് മിസ് പറയുന്നത്. അപ്പം മൺഡേ നമുക്ക് എന്താണ് 7 മണിക്ക് ജസീൽ സാറാണ്, ആൻഡ് 9 മണിക്ക് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററായിട്ട് ATR മിസ് ഉണ്ടാകും. ദെൻ നമുക്ക് ഫിസിക്സിന് ദിൽഷ മിസ് ഉണ്ടാവും ട്യൂസ്ഡേ. ബയോളജി തന്നെയാണ് നമ്മുടെ അടുത്ത ദിവസവും 9 മണിക്ക് മോളിക്കുലാർ ബേസിസ് ആയിട്ട് സ്നേഹ മിസ് ഉണ്ടാകും. ദെൻ വെനസ്ഡേ നമുക്ക് മേഘ മിസ്സിൻ്റെ മാത്സ് ആണ്. ദെൻ നമുക്ക് അതിന് 9 മണിക്ക് ഫിസിക്സ് ആയിട്ട് അലക്സ് സാർ ഉണ്ടാകും. ദെൻ നമ്മുടെ തേഴ്സ്ഡേ അബൈ സാർ ഉണ്ടാവും മാത്സും ആയിട്ട്, അന്ന് നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണുള്ളത്. ദെൻ ഫ്രൈഡേ നമ്മുടെ ജസീൽ സാർ ഉണ്ടാകും ഫിസിക്സിന്, അന്ന് ഫ്രൈഡേ 9 മണിക്ക് ദിൽഷ മിസ് ഉണ്ടാകും. ദെൻ സാറ്റർഡേ വീണ്ടും അലക്സ് സാർ ആണ്, ആൻഡ് സാറ്റർഡേ 9 മണിക്ക് മിസ് ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു അടുത്ത വീക്കിൽ, അതായത് 6 ദിവസങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ 6 ദിവസം 12 ലൈവുകളാണ് വരാൻ പോകുന്നത്. സോ നെക്സ്റ്റ് വീക്ക്, ഇപ്പോൾ ഈ കഴിഞ്ഞ വീക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ഉഴപ്പി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 6 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 6 ലൈവുകൾ കവർ ചെയ്താൽ മതി. പക്ഷേ ഇനി വരാൻ പോകുന്ന ലൈവുകൾ എൻ്റെ മക്കൾ മിസ് ചെയ്താൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടത് മാച്ച് ചെയ്യാൻ പറ്റുന്നു, ഇനി അത് എന്ത് ചെയ്യുക, കവർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. ഓരോ ദിവസവും 2 ലൈവുകളാണ്. അപ്പോൾ ഒരു കാരണവശാലും ഈ ലൈവുകൾ എൻ്റെ കുട്ടികൾ മിസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഈ ഒരു കുറച്ച് ദിവസങ്ങൾ നമ്മുടെ ക്രിസ്മസ് എക്സാം കഴിയുന്നവരെ നമ്മൾ കുറച്ച് ടൈറ്റ് ആയിരിക്കും. അത് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. അയ്യോ എനിക്ക് കുറേ ഉണ്ടല്ലോ, അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, അയ്യോ എനിക്കിതെല്ലാം തീർക്കാൻ പറ്റുന്നില്ലല്ലോ, ഇതൊക്കെ ഒത്തിരി ഉണ്ടല്ലോ, 7 മണിക്ക് ലൈവ് 9 മണിക്ക് ലൈവ്, അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓരോന്നായിട്ട് കവർ ചെയ്ത് പോവുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങി വരിക. അതായത് നമ്മളും പഠിച്ചെങ്കിലേ റെഡി ആവുള്ളൂ, അങ്ങനെയാണെങ്കിലേ നമ്മുടെ ക്രിസ്മസ് എക്സാം നമുക്ക് സ്മൂത്ത് ആവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ആ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആരും തന്നെ നെക്സ്റ്റ് വീക്കിലുള്ള നമ്മുടെ ഈ ലൈവുകൾ മിസ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ്സ്, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സാധാരണ നമ്മൾ ശീലിക്കുന്നത് എല്ലാ ദിവസവും 7 മണിക്ക് മാത്രമാണ് ലൈവ് അല്ലേ, 9 മണിക്ക് ലൈവുള്ള നമുക്കൊരു ശീലം വരുന്നില്ല. അപ്പോൾ നിങ്ങളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തുള്ളത്, നമ്മുടെ എക്സാമിനറുടെ വാട്സാപ്പ് ചാനൽ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അറിയിക്കുന്നതായിരിക്കും ഇത്ര മണിക്ക് ക്ലാസ് ഉണ്ട്, അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകളുടെ നോട്ട്സ് കിട്ടുന്നതായിരിക്കും. അതും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇനിയുള്ള ലൈവുകൾ ഫുൾ പവർഫുള്ളായിട്ട് തന്നെ എൻ്റെ മക്കൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം. 7 മണിക്കും 9 മണിക്കുമാണ് നമ്മുടെ +2 ചാനൽ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള +2 നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഉള്ള ചാനലാണ്. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് തരുന്ന ചാനലാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫൈ ചെയ്യുക, ഓണാക്കി വെക്കുക. ഇനിയുള്ള വീക്കിലെ ഓരോ ദിവസത്തെയും 2 ലൈവുകളും മിസ് ചെയ്യാതിരിക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക. ഇനിയുള്ളത് ഇപ്പം കഴിഞ്ഞെങ്കിൽ ഇനിയുള്ളത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ പഠിച്ചിട്ട് മറന്നു പോകുന്നു, അത് എല്ലാവർക്കും ഉള്ളതാണ്. അത് നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ എക്സാം ടൈം ആകുമ്പോൾ അത് റിവൈസ് ഒക്കെ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കും. ഓക്കെ, നോ വറീസ്. നമ്മുടെ എക്സാമിനർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തും.